Good morning, dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ഇൻട്രൊഡക്ടറി ഓഫ് മൈക്രോ എക്കണോമിക്സ് ആണ്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൻ്റെ ഡെഫിനേഷനും എക്കണോമിക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതും മാർക്കറ്റിൽ അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതും സപ്ലൈ ദെൻ ഡിമാൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ പാർട്ടിൻ്റെ വേറൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, മൈക്രോ മീൻസ് സ്മോൾ നമ്മൾ പറഞ്ഞു, മാക്രോ മീൻസ് ബിഗ് എന്ന് പറഞ്ഞു അല്ലേ. മാക്രോ ആൻഡ് മൈക്രോ എക്കണോമിക്സിൻ്റെ ഒരു അനലൈസേഷനാണ് ഈ ഒരു പാർട്ടിൽ ഓരോ പാർട്ടിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ടറി ഓഫ് മൈക്രോ എക്കണോമിക്സ് ആണ്. അതിൽ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാർക്കറ്റ്, ദ പ്രൈസ് ടേക്കിംഗ് ഫേം ആൻഡ് ഷോർട്ട് ടേൺ ആൻഡ് ലോങ് ടേൺ മെത്തേഡ് ഇൻ മാർക്കറ്റ്. അതായത് മാർക്കറ്റിൽ നമുക്കറിയാം, മാർക്കറ്റിലാണ് ഇത് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതും ഡിമാൻഡ് ഉള്ളതും സപ്ലൈ ഉള്ളതും പ്രധാനം ചോദനം നമുക്കറിയാം അല്ലേ. പ്രധാനം എത്രത്തോളം സാധനങ്ങൾ അവൈലബിൾ ആണ്, ആൻഡ് ഗുഡ് ആൻഡ് സർവീസസ് എത്രത്തോളം ഉണ്ട്, വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം മാർക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ എങ്ങനെയാണ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാർക്കറ്റ് സ്ട്രക്ചർ എന്തായിരിക്കും? മാർക്കറ്റ് സ്ട്രക്ചർ എന്നൊരു ഇൻട്രൊഡക്ഷൻ മിസ് പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കറിയാം ഇൻട്രൊഡക്ടറി ഓഫ് മൈക്രോ എക്കണോമിക്സ്. ഇതിൽ പറയുന്നത് പ്രധാന ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് എക്കണോമി ആൻഡ് സപ്ലൈ ആൻഡ് അനാലിസിസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ നമ്മൾ എക്കണോമിക്സ് എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് മിസ് വായിച്ചുതരാം. എക്കണോമിക്സ് ഈസ് എ സബ്ജക്ട് ആൻഡ് ഹെൽപ്പ് ടു എക്കണോമിക് ഏജന്റ് തേർഡ് ഡിസിഷൻ മേക്കിംഗ് ലൈക്ക് വിച്ച് കമ്മോഡിറ്റീസ് ടു പ്രൊഡ്യൂസ് അല്ലേ. നമുക്കറിയാം നമ്മൾ ഏത് കമ്മോഡിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് അതിൻ്റെ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഓണേഴ്സും ദെൻ സെയിൽസ്മാനും മാർക്കറ്റ്സും കോമ്പറ്റീഷനും പിന്നെ ഇക്വിലിബ്രിയം ദെൻ ഡിമാൻഡ് സപ്ലൈ ഇവയെല്ലാം എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? മൈക്രോ എക്കണോമിക്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ടുഡേ ഇൻകോപ്പറേറ്റ് വൈഡ് സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡൊമൈൻ ഓഫ് എക്കണോമിക്സ്. അപ് ടു ഡേറ്റ്സ്, അതായത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായും നമ്മൾ എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായും നമ്മൾ മാർക്കറ്റ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. മാർക്കറ്റ് കോമ്പറ്റീഷൻ, അതായത് കോമ്പറ്റീഷനാണ്, എവിടെ നോക്കിയാലും കോമ്പറ്റീഷനാണ്, എങ്ങനെ നോക്കിയാലും. അപ്പോൾ അത് ഒരു സാമ്പത്തിക ശാസ്ത്രം, അതായത് എക്കണോമിക്സിൻ്റെ മലയാളം സാമ്പത്തിക ശാസ്ത്രത്തിൽ മാർക്കറ്റിന് അല്ലെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്കറിയാം. അതായത് ഒരു എന്തെങ്കിലും പർച്ചേസിങ് ആണെങ്കിലും പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് അപ്ഡേറ്റ്സ് ആയി കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ വില നെക്സ്റ്റ് അപ്പുറത്ത് വേറൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ അവർ വില കുറയ്ക്കുന്നു, നമ്മൾ അതിനേക്കാൾ വില കുറയ്ക്കുന്നു, അവർ വില കൂട്ടുന്നു, അങ്ങനെ പല കോമ്പറ്റീഷൻസും. ചിലപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും, ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പല ട്രിക്സും കാര്യങ്ങളും എല്ലാം ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്? അതിൽ ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട് അല്ലേ. കോമ്പറ്റീഷൻ, ഷോപ്പ് ഓണേഴ്സ് ഉണ്ട്, സെയിൽസ്മാൻമാർ, കസ്റ്റമേഴ്സ്, ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പ്രോഫിറ്റ് ഉണ്ട്, പ്രൈസ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ഡിക്രീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഒത്തിണങ്ങിയതാണ് ഇന്ന് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ അതിന് നമുക്ക് ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റും. അതായത് എസെൻഷ്യലി കോൺസെൻട്രേഷൻ ഓൺ ഔട്ട്പുട്ട് മാർക്കറ്റ്സ് ഈസ് ഗുഡ് ആൻഡ് സർവീസസ് ദാറ്റ് ഫേം സെൽ ആൻഡ് കൺസ്യൂമേഴ്സ് പർച്ചേസ് അണ്ടർ ദ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനുള്ള കസ്റ്റമേഴ്സ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ളതും കസ്റ്റമേഴ്സ് വരുന്നതും ദെൻ പിന്നെ എസെൻഷ്യലി ഔട്ട്പുട്ട് മാർക്കറ്റ്സ് ഈസ് ഗുഡ് ആൻഡ് സർവീസസ് ഓഫ് ഫേം, അതായത് ഗുഡ് ആൻഡ് സർവീസസ് വിൽക്കുന്നതും വാങ്ങുന്നതുമായ ഒരു സിറ്റുവേഷൻ. ഓക്കെ, ആൻഡ് പർച്ചേസിങ്ങും അല്ലേ. പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ. അണ്ടർ ദ ഡിഫറെൻറ്റ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഇസ് കോമ്പറ്റീഷൻ, വേരിയസ് ഫോം ഓഫ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഓഫ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഒലിഗോപ്പൊളി, ദ ബ്ലോക്ക് കോംപ്രമൈസ് ഫോർ യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുത്തക അവകാശം, മൊണോപ്പൊളി
അതായത് ഒരു കുത്തകാവകാശം, ഒരാൾ മാത്രം വിലയിൽ എന്ത് ചെയ്യുക, കുത്തക അവകാശം നിലനിർത്തുന്ന ഒരു മൊണോപ്പൊളിസ്റ്റിക് കണ്ടീഷനും കൂടി അടങ്ങിയതാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് സ്ട്രക്ചറിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്? പിന്നെ ഡിമാൻഡ് ഉണ്ട്, സപ്ലൈ ഉണ്ട്, ഇക്വിലിബ്രിയം റേറ്റ്, ഇക്വിലിബ്രിയം ആ ഒരു പ്രോസസ് ഓഫ് ഇക്വിലിബ്രിയം ആൻഡ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് കോമ്പറ്റീഷൻ ആൻഡ് കൺസ്യൂമേഴ്സ്. Okay, and salesman and interaction, consumer and salesman, ഇതെല്ലാം ഉള്ള പ്രോസസ്സ്, ഇതെല്ലാം നടക്കുന്ന ഒരു പ്രോസസ്സുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റ്, പ്രോസസ്സുള്ള ഒരു സിറ്റുവേഷനാണ് മാർക്കറ്റ്. ഓക്കെ, ദെൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മാർക്കറ്റ് സ്ട്രക്ചറിൽ വീണ്ടും നമുക്ക് ജസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. മാർക്കറ്റ് സ്ട്രക്ചർ ഒരു ഇമ്പോർട്ടൻറ്റ് വണ്ണാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഫേം ആൻഡ് ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം പ്രൊവൈഡ്സ് the characteristics of perfectly competitive market expose the learners and monopoly. Price and output decision deals the pricing and output decision, price discrimination under monopolistic condition. അതൊരു കുത്തക അവകാശം, അതായത് ഒരാളിൽ മാത്രം, മറ്റുള്ളവരൊന്നുമല്ല. കുത്തകാവകാശം എന്ന് പറഞ്ഞാൽ ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു കണ്ടീഷൻ, എക്കണോമിക് സിറ്റുവേഷനാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡീൽസ് വിത്ത് ദ പ്രൈസിങ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ ആൻഡ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അണ്ടർ മൊണോപ്പൊളിസ് കണ്ടീഷൻ. ദ കൺസെപ്റ്റ് ഓഫ് deadite and under monopoly has also discussed in this unit. The equilibrium condition of monopolistic competition, short term and long term period. ഇക്വിലിബ്രിയം, അതായത് നമുക്കറിയാം ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് സന്തുലിതാവസ്ഥ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒരുമിച്ച് വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷനിൽ ദ തിയറി ഓഫ് എക്സസ് കപ്പാസിറ്റി ആൻഡ് കമ്പാരിസൺ ഓഫ് ദ വേരിയസ് മാർക്കറ്റ് ഹാവ് ബീൻ പ്രൊവൈഡഡ് ഇൻ ടു പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ആൻഡ് അണ്ടർ ഒലിഗോപ്പൊളി ഹാവ് ബീൻ കവേർഡ് ഇൻ. അതായത് ഈ ഒരു മൊണോപ്പൊളിസ്റ്റിക് സിറ്റുവേഷൻ, കോമ്പറ്റീഷനും ഇക്വിലിബ്രിയം കറക്റ്റായിട്ട് വരുന്ന ആ ഒരു എന്താ പറയുക, ഒരു പരമോന്നത ഒരു സിറ്റുവേഷൻ, അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇതൊരു കേവ് ആണെങ്കിൽ, ഇതൊരു ഗ്രാഫ് അല്ലേ, ഈ ഒരു ഗ്രാഫിൽ ചോദനവും പ്രധാനവും ഒരുമിച്ചുള്ള ഇതാണ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഒരു ടേമാണ് ഇതിപ്പോൾ PQRS, ഇത് ABC ആണെങ്കിൽ ഇതാണ് ഇക്വിലിബ്രിയം. അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒരുമിച്ച് വരുന്ന ഒരു സെൻറ്ററാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും, ഈ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്വിലിബ്രിയം പൊസിഷൻ. ദെൻ പ്രൈസും ഡിമാൻഡും, പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഡിമാൻഡും സപ്ലൈ ഒക്കെ ഒരുമിച്ച് വരുന്നൊരു ഇതാണ് ഇക്വിലിബ്രിയം. ഈ ഇക്വിലിബ്രിയം ഇതിലാണ് നമ്മുടെ കസ്റ്റമേഴ്സും ആൻഡ് ഓണേഴ്സും എല്ലാവർക്കും കിട്ടുന്നതെന്ന് പറഞ്ഞത്. ആ സമയത്താണ് നമ്മളെ ആവശ്യങ്ങളും പ്രധാനങ്ങളും നമുക്ക് കിട്ടിയ സാധനങ്ങളും നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതും എല്ലാം മനസ്സുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുന്ന അല്ലേ, നമുക്ക് അത്രയും തൃപ്തിപ്പെടുന്ന ഒരവസ്ഥയാണ് ഇക്വിലിബ്രിയം സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഷോർട്ട് ടേൺ ഇക്വിലിബ്രിയം ആൻഡ് എന്താണ് ലോങ് ടേൺ ഇക്വിലിബ്രിയം? ആൻഡ് ഷോർട്ട് ടേൺ അബ്നോർമൽ പ്രോഫിറ്റ് ആൻഡ് ലോങ് ടേൺ അബ്നോർമൽ പ്രോഫിറ്റ്. നമുക്കറിയാം നമ്മൾ എന്തിനാണ് മാർക്കറ്റിൽ നമ്മൾ സെല്ല് ചെയ്യുന്നതും മാർക്കറ്റിംഗ് കോമ്പറ്റീഷൻ നടത്തുന്നതെല്ലാം പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ദ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഈസ് ഫേം ഇൻ ഷോർട്ട് ടേൺ ആൻഡ് ലോങ് ടേൺ. അതായത് എന്താവാം, ഒരു പക്ഷേ അത് കുറച്ച് കാലഘട്ടത്തിലേക്കുള്ളതാവാം, അല്ലെങ്കിൽ അതൊരു നീണ്ട കാലഘട്ടത്തിലേക്കുള്ളതാവാം. ഷോർട്ട് ടേൺ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലഘട്ടത്തേക്ക്, ലോങ് ടേൺ എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം കാലഘട്ടത്തിലേക്കുള്ള ഒരു പൊസിഷൻ ആവാം എക്കണോമിക്സിൽ. നമുക്കറിയാം പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. കുറച്ച് കാലത്തേക്കാണെങ്കിൽ ലാഭം ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് ലോങ് ടേണിലേക്ക് ലാഭം ഉണ്ടാവും, ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ഷോർട്ട് ടേൺ നഷ്ടമായിരിക്കും. അതേപോലെ തിരിച്ചും സംഭവിക്കാം. ഓക്കെ, ദിസ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഫേം ബേസിക്കലി ലെഫ്റ്റ്, അതായത് പെർഫെക്റ്റ്ലി കോമ്പറ്റീഷൻ മാർക്കറ്റ് നമ്മൾ PCM എന്നും പറയുന്നു. ഓക്കെ, PCM എന്ന് പറയുന്നു. പെർഫെക്റ്റ്, അതായത് പെർഫെക്റ്റ്, P ഫോർ പെർഫെക്റ്റ്, C ഫോർ കോമ്പറ്റീഷൻ, M ഫോർ മാർക്കറ്റ്. ഓക്കെ, PCM പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എന്താണെന്നാണ് പറയുന്നത് ഇവർ?
The perfect competitive market PCM firm and basically left with the two decision in the short term to maximum the profit. Short run to maximum the profit. അതായത് കുറഞ്ഞ കാലയളവിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനാണ് ഏത് ഷോപ്പ് ഓണേഴ്സ് ആണെങ്കിലും നമ്മൾ ബിസിനസ് ഡീൽ ചെയ്യുന്ന ആളുകൾ, ബിസിനസ് ഓണേഴ്സ് തീരുമാനിക്കേണ്ട ഷോർട്ട് ടേണിൽ എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് എടുക്കാം. അതിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് PCM, പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ബേസിക്കലി ഇംപ്ലൈസ് വിത്ത് ദ ടു ഡിസിഷൻ ഇൻ ദ ഷോർട്ട് റൺ ടു മാക്സിമം ദ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ടു ഡിസിഷൻ ആണ്. നെക്സ്റ്റ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഉൽപ്പാദിപ്പിക്കണം. അതന്നെ കൂടുതൽ ലാഭത്തിന് വേണ്ടി കുറഞ്ഞ കാലയളവിൽ ലാഭം കിട്ടാൻ വേണ്ടി എത്ര ഉൽപ്പാദിപ്പിക്കണം. ഓക്കെ, ഹൗ മച്ച്, എത്ര ഉൽപ്പാദിപ്പിക്കണം. ആൻഡ് ഇറ്റ് പേഴ്സൺ നോട്ട്സ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, എത്രത്തോളം നമുക്ക് ലാഭം കിട്ടണം എന്നുള്ള ആ ഒരു ഹൗ ടു പ്രൊഡ്യൂസ് എന്നല്ല, നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും പ്രോബ്ലംസ് അല്ലേ, വിച്ച് ആർ ദ മെയിൻ പ്രോബ്ലംസ് ഇൻ എക്കണോമിക്സ്, ഹൗ ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ടു പ്രൊഡ്യൂസ്. ഇതിൽ പറയുന്നത് എന്താ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വിച്ച് ടു പ്രൊഡ്യൂസ് ആണല്ലേ, എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എത്ര കാലം, ആൻഡ് വിത്ത് ദ ടു ഡിസിഷൻ ഓഫ് ടോട്ടൽ മാക്സിമം ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് അല്ലേ, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഹൂംസ് ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ, ഹൗ മച്ച് പ്രൊഡ്യൂസ് ആണ് ഈ ഷോർട്ട് ടേമിൽ എത്ര ഉൽപ്പാദിപ്പിച്ചാൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എന്നല്ലേ, ദ പ്രോഫിറ്റ് ഓഫ് മാക്സിമൈസേഷൻ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഷോർട്ട് ടേം മാർക്കറ്റിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാക്സിമം പ്രോഫിറ്റൈസേഷൻ. അതിനാണ് മാക്സിമം പ്രോഫിറ്റൈസേഷൻ, മാക്സിമം ലാഭം എങ്ങനെ കിട്ടാം, അതിന് നമ്മൾ എന്ത് ചെയ്യണം, എന്താ ചെയ്യാൻ പറഞ്ഞത്, ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് ആൻഡ് നോട്ട് ദാറ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, എത്രത്തോളം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഉൽപ്പന്നം എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിലേക്ക് അത് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് നോക്കും. അതിനോടനുബന്ധിച്ചാണ് എത്രത്തോളം ദ പ്രോഫിറ്റ് ഓഫ് മാക്സിമൈസേഷൻ നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇതിൽ നോർമൽ പ്രോഫിറ്റ് ഉണ്ട്, അബ്നോർമൽ പ്രോഫിറ്റ് ഉണ്ട്. ലോസ് മീൻസ് നഷ്ടം, നമുക്ക് എന്തും പ്രതീക്ഷിക്കാം, നഷ്ടവും പ്രതീക്ഷിക്കാം. അബ്നോർമൽ പ്രോഫിറ്റ്സ്, അബ്നോർമൽ ആയിട്ടുള്ള ഒരു നോർമൽ പ്രോഫിറ്റും നോർമലായിട്ടൊരു പ്രോഫിറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഷോപ്പ് ഓണേഴ്സും എല്ലാവരും മാർക്കറ്റിലേക്ക് കോമ്പറ്റേറ്റീവിലേക്ക് ഇറങ്ങുന്നത്. അതേപോലെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം, ലോസും നഷ്ടവും നമുക്ക് പ്രതീക്ഷിക്കാം. എ ഫേം ഈസ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് environment can only enjoy abnormal profit in the short run. The same holders of losses അല്ലേ, അവർക്ക് എന്തുമാണ് നോർമൽ ആയിട്ടുള്ള പ്രോഫിറ്റും ആണ് ആര് പ്രതീക്ഷിക്കുന്നത്, ഫേം അല്ലേ, ഒരു വ്യവസായം, അല്ലെങ്കിൽ ദ ഇൻഡസ്ട്രിയലിസ്റ്റ്, വ്യവസായികൾ, അല്ലെങ്കിൽ ഒരു ഫേം, ഇൻഡസ്ട്രിയൽ ഫേം എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അവർ ഷോർട്ട് ടേം പ്രോഫിറ്റ് മാക്സിമം പ്രോഫിറ്റിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ചിലപ്പോൾ ലോസ് ആവാം, ചിലപ്പോൾ അബ്നോർമൽ പ്രോഫിറ്റ് ആവാം, നോർമൽ പ്രോഫിറ്റ് ആവാം. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരു ഫേം ഇൻഡസ്ട്രിയൽ മാർക്കറ്റിലേക്ക് കടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് ടേൺ ലോസ്. എന്താണ് ഷോർട്ട് റൺ ലോസ്? ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ കുറച്ച് കാലഘട്ടത്തിൻ്റെ ഇടയിൽ നമുക്ക് നഷ്ടം വരുന്നു. എങ്ങനെ? It assumes that firms which have been attracted to the market the situation of abnormal profit in that time, instead of market output and increased market output to the extent where the increase in the situation shortened week of the law for market firm at the market firm is AR below AC. Okay, ചില ഷോർട്ട് ടേൺ ആയിട്ട് നഷ്ടം വരുന്നതും ഇവരെന്ത് ചെയ്യണം, ഇവർ സഹിക്കണം അല്ലേ, ലോസ് ആവുന്നതും നോക്കണം. ലോങ് ടേം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഫേം, അതെന്താ, എ ലോങ് ടേം പ്രൈസ് ഫേം ഇക്വിലിബ്രിയം കൊക്കോ പ്രൈസ് അറ്റ് വിച്ച് സപ്ലൈ ഇൻക്രീ ഡിമാൻഡ് ആൻഡ് ഫേം ഹാവ് നോ ഇൻസെൻറ്റീവ് ടു സെൻഡ് ദ ഇൻഡസ്ട്രി. ഓക്കെ, ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്താവാം, അബ്നോർമൽ പ്രോഫിറ്റ് ആവാം. മാക്സിമം ഇവർ പ്രതീക്ഷിക്കുന്നത് നോർമൽ പ്രോഫിറ്റ് തന്നെയാണ്. ഓക്കെ.